وعليكم السلام ورحمة الله وبركاته. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه الفائزين برضا الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا رسول الله. أيدركني ليم وأنت بخيرتي وأظلام في الدنيا وأنت نسيري وعار على راعي الهما وهو قادر إذا ضاء في البيداء قال بعيري. واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا سيدي سندي غوثي ويا مددي كلي ظاهرا على الأعداء بالمدد. مجير عرضي وخذ بيدي مدى مددي خليفة الله فينا محي الدين. يا محي الدين يا محي الدين يا محي الدين عبد القادر جيلاني. പ്രിയ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ കാരുണ്യവും അവന്റെ റഹ്മത്തും അല്ലാഹു നാം ഏവർക്കും നൽകുമാറാകട്ടെ. ാർ നമ്മുടെ കൂട്ടുകാർ, നമ്മെ സഹായിച്ചവർ എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമുക്കും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. നാം എല്ലാവരെയും അല്ലാഹുവിന്റെ റഹ്മത്തിൽ അവൻ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, മുഹ്യിദ്ദീൻ മാല അതിന്റെ ഒരു പ്രചാരണാർത്ഥം റമദാനിന് ശേഷം ശവ്വാലിൽ 3 പ്രാവശ്യമാണ് ഞാൻ മലബാറിൽ, അതായത് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ കേന്ദ്രീകരിച്ച് ഞാൻ പ്രവർത്തിച്ചത്. യാത്ര കഴിഞ്ഞ് വന്നിട്ട് ഏകദേശം 2-3 ദിവസമേ ആയിട്ടുള്ളൂ. ഇന്നലെ വീണ്ടും മെനിഞ്ഞാന്ന് തമിഴ്നാട്ടിൽ തേങ്ങാപട്ടണം വരെ ഒന്ന് പോകേണ്ടിയിരുന്നു. അത് കഴിഞ്ഞ് വരുമ്പോ നമ്മുടെ സാഹിത്യോത്സവത്തിന്റെ ലൈവ് കൊടുക്കുകയായിരുന്നു. പിന്നെ ഇന്നലെ ആലപ്പുഴയിൽ പോകേണ്ടിയിരുന്നു. അങ്ങനെ പോയി വരുമ്പോ വീട്ടിലെത്തിയപ്പോ തന്നെ രാത്രിയായി. നമ്മുടെ വയലിത്തറ ഉസ്താദിന്റെ ബഹുമാനപ്പെട്ടവരെ
ഒന്ന് സന്ദർശിക്കുവാൻ വേണ്ടി പോയതാണ്. മാത്രമല്ല, നമ്മുടെ മുഹിയുദ്ദീൻ മാലിക്കി ഉസ്താദ് അവറുകൾ ഒരു ആശംസയും തന്നിട്ടുണ്ട്. വളരെ പഴക്കം ചെന്ന, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ വളരെ പഴക്കം ചെന്ന ഒരു പ്രാസംഗികനാണ് ബഹുമാനപ്പെട്ട വൈലിത്തറ ഉസ്താദ്. ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് തന്നെ അമീറുൽ ഖുതബാ എന്നാണ് വൈലിത്തറ ഉസ്താദിന് പേരിട്ടത്. അപ്പോ പ്രാസംഗികരുടെ അമീർ എന്ന് പറയാൻ പറ്റുന്ന നിലയിൽ കൂടി പ്രസംഗിക്കുകയും അതിൽ കൂടി ജനങ്ങൾക്ക് വിജ്ഞാനങ്ങൾ പകർന്നു കൊടുക്കുകയും ചെയ്ത ഒരു മഹാപണ്ഡിതനാണ് വൈലിത്തറ. ഏകദേശം 85 വയസ്സോളം ആയി. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹവുമായി ബന്ധപ്പെടാനും സംസാരിക്കുവാനുമൊക്കെ കഴിഞ്ഞു. ഇന്നലെ രാവിലെ എത്തിയതാണ്. ഏകദേശം 3-4 മണിക്കൂർ ഉസ്താദോടൊപ്പം ഒന്നിച്ചുണ്ടായിരുന്നു. അപ്പോ പഴയകാല ജീവിത ചരിത്രങ്ങളിൽ നിന്ന് പലതും അദ്ദേഹം നമ്മോട് പറഞ്ഞു തന്നിരുന്നു. പഴയ കാലഘട്ടങ്ങളിലൊക്കെ 20-25 ദിവസമൊക്കെയാണ് ഒരു വഅ്ള് പരമ്പര. യഥാർത്ഥത്തിൽ ഇന്നത്തെ വഅ്ള് പറയുന്ന ആൾക്കാർക്കൊന്നും ആലോചിക്കാൻ പോലും കഴിയില്ല. ഒരു സ്ഥലത്ത് പറഞ്ഞത് തന്നെ അത് തന്നെയായിരിക്കും ചിലപ്പോൾ വേറൊരു സ്ഥലത്ത് പറയേണ്ടി വരുന്നത്. 2-3-4 ദിവസം പറയുമ്പോഴത്തേക്ക് സ്റ്റോക്കുകളൊക്കെ തീർന്നു പോകും. അതാണ് ഇന്ന് ചില പല വഅ്ളന്മാരുടെയും അവസ്ഥ. എങ്കിൽ വൈലിത്തറ ഉസ്താദ് അങ്ങനെയില്ലായിരുന്നു. 20, 15, 20, 25 ദിവസം വരെയൊക്കെ ഒരു സ്ഥലത്ത് വഅ്ള് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഖുത്ബി ഉസ്താദ് വരെ നാട്ടിൽ വന്ന് അദ്ദേഹത്തെ വഅ്ള് പറയാൻ വേണ്ടി വിളിച്ചു കൊണ്ടുപോയിരുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല, ബഹുമാനപ്പെട്ട ഖുത്ബി ഉസ്താദ് ഒരു സമയത്ത് 5 ദിവസം വഅ്ളുള്ള സമയത്ത് 5 ദിവസവും ഖുത്ബി ഉസ്താദ് സദസ്സിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറൊരു സ്ഥലത്ത് 10 ദിവസം വഅ്ള് പറഞ്ഞപ്പോൾ അന്ന് ബഹുമാനപ്പെട്ട കണ്ണീത്ത് ഉസ്താദ് 10 ദിവസവും സ്റ്റേജിൽ ഉണ്ടായിരുന്നു. അങ്ങനെ പഴയകാലത്തെ നമ്മുടെ പണ്ഡിതന്മാർ, ഉസ്താദന്മാരൊക്കെ വളരെ അംഗീകരിച്ച ഒരു പണ്ഡിതനാണ് വൈലിത്തറ മുഹമ്മദ് കുഞ്ഞ്. ഇന്നലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവർക്കും സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് ജീവിക്കുവാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ പണ്ഡിതന്മാരെ അനുസരിക്കുവാനും അംഗീകരിക്കുവാനും പണ്ഡിതന്മാരുടെ പാത പിന്തുടരുവാനും അല്ലാഹു നാം എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അത് കഴിഞ്ഞുള്ള ആഴ്ചയിൽ, അതായത് കഴിഞ്ഞതിന്റെ അങ്ങേ വ്യാഴാഴ്ച കുണ്ടൂരായിരുന്നു ഞാൻ. ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിന്റെ ഹളറത്തിൽ വെച്ച് എല്ലാ വ്യാഴാഴ്ചയും ബുർദ നടക്കാറുണ്ട്. ആ ബുർദയിൽ കഴിഞ്ഞ അങ്ങേ വ്യാഴാഴ്ച ഞാനായിരുന്നു പ്രസംഗിച്ചത്. മുഹിയുദ്ദീൻ മാലയെ പരിചയപ്പെടുത്തിക്കൊണ്ട് പ്രസംഗിച്ചു. ശേഷം ബേപ്പൂർ ജുമാ മസ്ജിദിൽ, അതായത് ബേപ്പൂർ ഖാളി എന്ന് എല്ലാവർക്കും അറിയും, അദ്ദേഹത്തിന്റെ പള്ളിയിൽ ജുമാ നിസ്കാരാനന്തരം മുഹിയുദ്ദീൻ മാലയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ സംസാരിച്ചിരുന്നു. പിന്നെ ബഹുമാനപ്പെട്ട കോടമ്പുഴ ഉസ്താദിന്റെ ആഴ്ചയിൽ നടത്തുന്ന ക്ലാസ് കഴിഞ്ഞതിന്റെ അങ്ങ് ഞായറാഴ്ച ഉസ്താദ് അവറുകളുടെ ക്ലാസ് എന്നെയാണ് ഏൽപ്പിച്ചത് മുഹിയുദ്ദീൻ മാല പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും നമ്മുടെ ഉസ്താദന്മാരും പണ്ഡിതന്മാരും മുഹിയുദ്ദീൻ മാല പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവിധ സഹായ സഹകരണങ്ങളും അവർ ചെയ്തു തരുന്നുണ്ട്. അൽഹംദുലില്ലാ, 2ാമത്തെ എഡിഷൻ ഉടനെ ഇറക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം 1ാമത്തെ എഡിഷൻ തീരാറായി. 1ാമത്തെ എഡിഷനിൽ 1000 കോപ്പിയെ അടിച്ചോളൂ. എനിക്ക് മുഹിയുദ്ദീൻ മാലയുടെ പ്രചാരണവും കൂടി ഉള്ളതുകൊണ്ട് പിന്നെ 2ാമത്തെ ഒരു എഡിഷനും കൂടി ഇറക്കാനുള്ള സാമ്പത്തികം ഇല്ല എങ്കിലും
അള്ളാഹുവിൽ തവക്കുലാക്കി അത് അടിക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചൂടപ്പം പോലെയല്ല, ആദ്യം തണുത്തപ്പം പോലെ ആയിരുന്നു, പിന്നീടാണ് ചൂടായത്. അങ്ങനെ അൽഹംദുലില്ലാ ബഹുമാനപ്പെട്ട കോടാമ്പുഴ ഉസ്താദ് നല്ല ഒരു അവതാരിക നമുക്ക് എഴുതി തന്നിട്ടുണ്ട് നമ്മളെ പുസ്തകത്തിന്. ഇൻഷാ അല്ലാഹ് ആ അവതാരികയോടൊപ്പം രണ്ടാമത്തെ എഡിഷൻ ഉടനെ ഇറങ്ങും. അതിനോട് നിങ്ങളൊക്കെ ദുആ ചെയ്യുക. ബഹുമാനപ്പെട്ട തിരൂരങ്ങാടി ബാപ്പു ഉസ്താദ് ആശംസ നൽകിയിട്ടുണ്ട്. കുമരമ്പത്തൂർ എൻ അലി ഉസ്താദ്, നമ്മുടെ ഇപ്പോൾ മുഷാവറ അംഗമായ അലി ഉസ്താദ് ആശംസ നൽകിയിട്ടുണ്ട്. വാലിത്തർ ഉസ്താദ് ആശംസ നൽകിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഉസ്താദന്മാരൊക്കെ ആശംസകൾ നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മുഹയ്യദ്ദീൻ മാല പ്രചരിപ്പിക്കുക എന്ന മഹത്തായ ദൗത്യം അത് പൂർത്തീകരിക്കുവാൻ അല്ലാഹു നാം എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പക്ഷെ അതിന്റെയൊക്കെ ക്രെഡിറ്റ് നമ്മുടെ STVക്ക് തന്നെയാണ്. കാരണം STV ആണ് അതിനൊക്കെ കാരണമായത്. STVയിൽ കഴിഞ്ഞ വർഷം നമ്മൾ എടുത്ത 2.5 മാസം നീണ്ടു നിൽക്കുന്ന മുഹയ്യദ്ദീൻ മാലയുടെ വ്യാഖ്യാന ക്ലാസ്, അതാണ് ഇതിനൊക്കെ അടിസ്ഥാനം. അങ്ങനെ റബ്ബിന്റെ അനുഗ്രഹത്താൽ STVയിൽ നിന്ന് തന്നെ ഉത്ഭവിച്ച ഒരു മഹത്തായ ആശയമാണ് മുഹയ്യദ്ദീൻ മാലയുടെ പ്രചാരണം എന്ന് പറയുന്നത്. ഇന്ന് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും അതിന്റെ പ്രചാരണത്തിന് വേണ്ടി ഞാൻ ഓടി നടക്കുകയും ഒരു കൂട്ടം പ്രവർത്തകരും ഉസ്താദന്മാരും അതിനുവേണ്ടിയുള്ള എല്ലാ പിന്തുണയും സഹായങ്ങളും അവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിലും ബറക്കത്തിലും സന്തോഷത്തിലും ആക്കി തരുമാറാക്കട്ടെ. ഇതൊന്നും സാമ്പത്തിക ലാഭമല്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ലാഭമല്ല, ഇത് ഒരു ബിസിനസ് ആയിട്ടല്ല. മാത്രമല്ല, ഞാൻ ബുക്ക് സ്റ്റാളിൽ കൊടുക്കാത്തതിന്റെ ഒരു ഇത്ര നാളെ ഞാൻ ബുക്ക് സ്റ്റാളിൽ കൊടുത്തിട്ടില്ല. 1000 കോപ്പി അടിച്ചിട്ടും ബുക്ക് സ്റ്റാളിൽ കൊടുക്കാത്തതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ബുക്ക് സ്റ്റാൾ ഉടമകൾ ഒരു ബിസിനസ് അടിസ്ഥാനത്തിലായിരിക്കും ഈ ഗ്രന്ഥത്തെ അവർ കാണുന്നത്. യഥാർത്ഥത്തിൽ നമ്മളുടെ ഉദ്ദേശം അതല്ല, ബിസിനസ് അല്ല. ജനങ്ങളിലേക്ക് ഇത് എത്തലാണ്, പ്രചരിക്കലാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തിക്കുന്നതിനാണ് പ്രതിഫലം തരുന്നത്. ഞാൻ 20 വർഷമായി ഗ്രന്ഥങ്ങൾ എഴുതുന്ന ആളാണ്. 20 വർഷം ഗ്രന്ഥങ്ങൾ എഴുതുന്ന ആളാണ്. എന്നിട്ടും ഒരു പുസ്തകത്തിന്റെ പേരിൽ ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. പക്ഷേ ഞാൻ ഇത് ഇറങ്ങി ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്, ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹുവിന്റെ ഹയാത്ത് കാലത്ത് ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മഹാനവറുകളെ കണ്ടുമുട്ടുകയും അവിടുത്തെ ഖിദ്മത്ത് ചെയ്യുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഇന്ന് മഹാനവറുകൾ ജസദിയായി നമ്മോടൊപ്പം ഇല്ലെങ്കിലും മഹാനവറുകൾക്ക് ഇന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഖിദ്മത്താണ് മഹാനവറുകളുടെ പേരും പ്രശസ്തിയും ലോകത്ത് പ്രചരിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികളിൽ അതിന്റെ ഖിദ്മത്തിൽ മുഴുകുക എന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഈ യാത്ര നടത്തുന്നതും ജനങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കുന്ന. നാളെ പരലോകത്ത് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് നേരിട്ട് കാണുകയാണെങ്കിൽ അവിടത്തെ കൈപിടിച്ച് ചുംബിച്ചിട്ട് പറയാമല്ലോ, അങ്ങയുടെ മദ്ഹ് പറയുന്നതിന് വേണ്ടിയും അങ്ങയുടെ പേരും പ്രശസ്തിയും ലോകത്ത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയും ഓടി നടന്ന ഒരാളാണ് എന്ന് മഹാനവറുകളോട് എനിക്ക് പറയാൻ കഴിയല്ലോ. അങ്ങനെ ദുനിയാവിലും ആഖിറത്തിലും മഹാന്റെ മദദ്, മഹാന്റെ തിരുനോട്ടം, മഹാന്റെ സഹായം കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് സഹോദരന്മാരെ ഇത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിച്ച് തരുമാറാകട്ടെ. അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് വീട്ടിന്റെ അകത്ത് ഇരുന്നിട്ട് കാര്യമില്ല, ജനങ്ങളിലേക്ക് ഇറങ്ങണം. കാരണം പ്രവർത്തിക്കുന്നതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം തരുന്നത്. നിങ്ങൾ നോക്കൂ, 1.25 ലക്ഷത്തോളം അമ്പിയാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് നിശ്ചയിച്ചു, അയച്ചു. എന്തിനു വേണ്ടിയാണ് അയച്ചത്? അല്ലാഹുവിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. നിങ്ങൾ നോക്കൂ, അല്ലാഹു ഇഷ്ടപ്പെട്ട, അല്ലാഹു ആദരിച്ച, അല്ലാഹു ബഹുമാനിച്ച, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവുകൾ നൽകിയ അല്ലാഹുവിന്റെ അമ്പിയാക്കളും മുർസലീങ്ങളും, എന്തിനേറെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ചു. സാധാരണക്കാരുടെ ഇടയിൽ അവരിറങ്ങി. അതുപോലെ തന്നെ അങ്ങാടികളിൽ അവർ ചുറ്റി. അതുപോലെ എല്ലാ നിലയിൽ കൂടിയും ജനങ്ങളിലേക്ക് അവരുടേതായ സന്ദേശങ്ങൾ അവർ എത്തിച്ചിട്ടുണ്ട്. അതൊരു ഉദാഹരണമാണ്.
അപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുക എന്നതിന് അമ്പിയാക്കൾ മാതൃകയാണ്, മഹാന്മാര് മാതൃകയാണ്, ബഹുമാനപ്പെട്ട സ്വാലിഹീങ്ങൾ മാതൃകയാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ഒരു പരിപാടിക്ക് വേണ്ടി, പരിശ്രമത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിത്തിരിച്ചത്. ബഹുമാനപ്പെട്ട കുമരമ്പത്തൂർ എന്നെല്ലാം മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഈ സംഘടനാ രംഗത്തേക്ക് എന്നെ കൈപിടിച്ചു കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട കുമരമ്പത്തൂർ എൻ അലി മുസ്ലിയാരാണ്. ബഹുമാനപ്പെട്ടവർ മണ്ണാർക്കാടാണ്. ഉസ്താദ് അവറുകളെ ഞാൻ നേരിട്ട് കാണുകയും അതിനുശേഷം ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വീട്ടിൽ നമ്മുടെ റൂമിന്റെ ചെയർമാൻ KM സഅദി ഉസ്താദിന്റെ വീട്ടിൽ വന്നിരുന്നു. അങ്ങനെ മണ്ണാർക്കാട് നിന്ന് ബഹുമാനപ്പെട്ട KM സഅദിയും ഞാനും കൂടിയാണ് കോഴിക്കോട് വന്നത്. അങ്ങനെ നമ്മുടെ ബാവാമീറ ആദ്യമായിട്ട് കണ്ടതാ. പിന്നെ നമ്മളെ കോട്ടൂർ ഉസ്താദ് എല്ലാവരും കൂടിയിട്ട് നമ്മൾ ഒന്നിച്ചൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിൽ പങ്കെടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും സന്തോഷവും നാം എല്ലാവർക്കും നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദന്മാർ, നാം ആദരിക്കുന്ന ഉസ്താദന്മാർ, ആ പുറകിൽ എപ്പോഴും നാം അടിയുറച്ചിരിക്കണം, എപ്പോഴും അടിയുറച്ചിരിക്കണം. ആലിമീങ്ങളുടെ പിന്നിലാണ് അടിയുറച്ചിരിക്കേണ്ടത്. ചില ആൾക്കാർ സൂഫികൾ എന്നുള്ള പേരിൽ ജനങ്ങളുടെ ഇടയിലേക്ക് വരും. സൂഫികൾ എന്നുള്ള പേരിൽ യഥാർത്ഥത്തിൽ ഈ സൂഫിസം നിലനിൽക്കുന്നത് മനുഷ്യന്റെ ഖൽബിലാണ്. എന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഖൽബ് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ സൂഫിയാക്കളെ പിൻപറ്റണം എന്നുള്ള ഒരു കൽപ്പന ഇസ്ലാമിലില്ല. ആലിമീങ്ങളെ പിൻപറ്റണം എന്നാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. യാ അയ്യുഹന്നാസ് ഇത്തബിഉൽ ഉലമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രാവശ്യം ഖുതുബ നടത്തുന്ന സമയത്ത് അവിടുന്ന് പറഞ്ഞു, ഓ ജനങ്ങളെ, നിങ്ങൾ ഉലമാക്കളെ പിൻപറ്റുക. ഫഇന്നഹും സുറുജുദ് ദുനിയാ. ദുനിയാവിന്റെ പ്രകാശങ്ങളാണവർ. അവർ പ്രകാശങ്ങളാണ് ആലിമീങ്ങൾ. വമസാബീഹുൽ ആഖിറ. പരലോകത്തിന്റെ വിളക്കുകളാണ്. അപ്പോൾ പ്രകാശമാണ്, വിളക്കുകളാണ് ആലിമീങ്ങൾ. ആ ആലിമീങ്ങളെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. അതുപോലെ നിങ്ങൾ എടുത്തു നോക്കൂ, ബഹുമാനപ്പെട്ട ഔഫുൽ ആലം റളിയല്ലാഹു അൻഹു തന്നെ അൽ ഫത്ഹുർ റബ്ബാനിയിൽ പറഞ്ഞത് കാണാം, നിങ്ങൾ ഉലമാക്കളെ പിൻപറ്റിക്കൊള്ളണം. ശരിയായ നിലയിൽ കർമ്മം ചെയ്ത് ജീവിക്കുന്ന, കിതാബും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ഉലമാക്കളെ പിൻപറ്റി ജീവിച്ചുകൊള്ളണം. അപ്പോൾ സൂഫിയാക്കളെ പിൻപറ്റണം എന്നുള്ള ഒരു കൽപ്പനയില്ല, ഉലമാക്കളെ പിൻപറ്റണം എന്നാണ് കൽപ്പന. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഏതാണ്? സൂറത്തുൽ കഹ്ഫിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ? സൂറത്തുൽ കഹ്ഫ് നാം ഓതാറില്ലേ? അതിൽ ബഹുമാനപ്പെട്ട ഖിളർ അലൈഹിസ്സലാമും ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമും തമ്മിൽ നടന്ന സംഭവം നമുക്കറിയില്ലേ? അവിടെ ഖിളർ അലൈഹിസ്സലാം ഒരു കുട്ടിയെ കൊന്നുകളയുകയാണ്. അതാ ഒരാൾ വന്നിട്ട് പറയുകയാണ്, കുട്ടികളെ കൊല്ലാം, അതിന് കുഴപ്പമില്ല, അതിന് മാതൃക പരിശുദ്ധ ഖുർആനിലുണ്ട്. ഖുർആനിൽ പറയുന്നു, ഖിളർ അലൈഹിസ്സലാം ഒരു കുട്ടിയെ കൊന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും ഒരു കുട്ടിയെ കൊന്നാൽ അത് സഹോദരന്മാരെ അത് അംഗീകരിക്കുകയില്ല, അത് നാം സ്വീകരിക്കുകയില്ല. പക്ഷേ ഖിളർ അലൈഹിസ്സലാം കുട്ടിയെ കൊന്നിട്ടുണ്ടല്ലോ, പരിശുദ്ധ ഖുർആനിലാണല്ലോ അത് പറഞ്ഞത്, ശരി തന്നെയാണ്. പക്ഷേ ബഹുമാനപ്പെട്ട ഖിളർ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട വിഷയമാണത്. ആ വിഷയത്തിൽ മറ്റൊരാൾക്ക് മഹാനവറുകളെ ഇത്തിബാഅ് ചെയ്യാൻ പാടില്ല.
കപ്പലിന്റെ പലക പൊളിച്ചെടുത്തു. ആ വിഷയത്തിൽ മഹാനവറുകളെ ഇത്തിബാ ചെയ്യാൻ പാടില്ല. അപ്പോൾ സഹോദരന്മാരെ, യഥാർത്ഥത്തിൽ ഇവിടെ ഇത്തിബാ ചെയ്യേണ്ടത് മൂസാ നബി അലൈഹിസ്സലാമിനെയാണ്. മൂസാ നബി അലൈഹിസ്സലാമിനെയാണ് പിൻപറ്റേണ്ടത്. ഏറ്റവും വലിയ ഉദാഹരണം തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നാം പിൻപറ്റേണ്ടത് ആലിമീങ്ങളെയാണ്. ആലിമീങ്ങളുടെ ഏറ്റവും വലിയ നേതാക്കളാണ് അംബിയാക്കൾ. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ എന്നാണല്ലോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അംബിയാക്കൾ എന്ന് പറയുന്നത് ശരീഅത്തിന്റെ ലാഹിറിന്റെ ആൾക്കാരാണ്. ശരീഅത്ത് പിടിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ആൾക്കാരാണ് അംബിയാക്കൾ. അവരുടെ അനന്തരക്കാരും അത് തന്നെയാണ്. അപ്പോൾ ജനങ്ങൾ പിൻപറ്റേണ്ടത് അംബിയാക്കളെയാണ്, ഉലമാക്കളെയാണ്. യഥാർത്ഥ സൂഫികളെ പോലും പിൻപറ്റാൻ വേണ്ടിയുള്ള ഒരു കൽപ്പനയില്ല. ഇനി നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട അബൂ യസീദ് ബിസ്താമി റളിയല്ലാഹു അൻഹു വരികയാണ്. ഒരു വലിയ ശൈഖിനെ കാണാൻ വേണ്ടി വരികയാണ്. വരുന്ന സമയത്ത് അതാ ഇദ്ദേഹത്തെ കണ്ടു. അല്പം അകലെ മാറി നിന്ന് കണ്ടു. കണ്ടതിന് ശേഷം തിരിച്ചങ്ങ് മടങ്ങിയങ്ങ് പോയി. ശിഷ്യന്മാര് ചോദിച്ചു, അങ്ങൊരു ശൈഖിനെ കാണാനല്ലേ വന്നത്, പിന്നെ എന്തേ അദ്ദേഹത്തെ ഒന്ന് കണ്ടു, പക്ഷെ സലാം പോലും പറയാൻ നിൽക്കാതെ തിരിച്ചു മടങ്ങി? ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ കണ്ടില്ലേ, അതാ അയാൾ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണ്. ആ സമയത്ത് അയാൾ തുപ്പിയത് കണ്ടില്ലേ, കിബിലയുടെ ഭാഗത്താണ്. ഒരുപക്ഷെ അയാൾ മറന്നു ചെയ്തതാകാം. എന്നിട്ട് കൂടി അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു അതാ അവിടെ നിന്ന് പറയുകയാണ്, ഇയാളിൽ എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? കാരണം ശരീഅത്തിന്റെ വിഷയത്തിൽ ഒരു അദബിൽ പോലും ഇയാളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത വിഷയത്തിൽ എങ്ങനെ വിശ്വസിക്കും? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചില ആൾക്കാർ സൂഫികളാണെന്നുള്ള പേരിൽ ജനങ്ങളിടയിലേക്ക് പ്രവർത്തിക്കാൻ വേണ്ടി വരും. അവര് പലതും പറയും. അത് പറയുമ്പോൾ ജനങ്ങളെല്ലാം അന്ധമായങ്ങ് വിശ്വസിച്ചു പോകുന്നു, അന്ധമായ അദ്ദേഹത്തിൽ അങ്ങ് ലയിച്ചു പോകുന്നു. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്, ബഹുമാനപ്പെട്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പഠിപ്പിക്കുന്നത്, ബഹുമാനപ്പെട്ട ഔഫുൽ ആലം റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാന്മാരും പഠിപ്പിക്കുന്നത്, ആലിമീങ്ങളുടെ പിന്നിലാണ് എപ്പോഴും സാധാരണക്കാർ നിൽക്കേണ്ടതെന്നാണ്. ആലിമീങ്ങൾ ഒരു വിഷയം പറഞ്ഞാൽ അതിൽ അടിയുറച്ചു നിന്നുകൊള്ളണം. പിന്നെ സാധാരണക്കാരൻ അങ്ങോട്ട് മാറി ചിന്തിക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട കണിയാവൂർ മദ്രസാഖ് മസ്താൻ വലിയ മഹാനാണ്. അദ്ദേഹവുമായൊരു ബന്ധമുണ്ട് എനിക്ക്. ആ വലിയ മഹാൻ ധാരാളം കറാമത്തുകൾ കാണിച്ച മഹാനാണ്. ക്രിസ്ത്യാനികളെ കാണിക്കപ്പെട്ടിയിൽ അദ്ദേഹം പൈസ ഇട്ടു ഒരു പ്രാവശ്യം. അങ്ങനെ ഇത് കണ്ടിട്ട് വേറൊരാളും കൊണ്ടുവന്ന് പൈസ ഇട്ടു. അപ്പോ വേറൊരു ഉസ്താദ് ചോദിച്ചു, നീ എന്തിനാ ക്രിസ്ത്യാനികളെ കാണിക്കപ്പെട്ടിയിൽ പൈസ ഇട്ടത്? അത് കണിയാപുരം ഇടുന്നത് ഞാൻ കണ്ടു, കണിയാപുരം മദ്രസാക്ക് തങ്ങൾ ഇടുന്നത് ഞാൻ കണ്ടു. അപ്പോ കണിയാപുരം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്യോന്നിട്ട്? കണിയാപുരം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്യോ? ഈ കണിയാപുരം എന്ന് പറയുന്നത്, കണിയാപുരം മദ്രസാക്ക് മസ്താൻ എന്ന് പറയുന്ന ആള് ചിരട്ടാവ കത്തിക്കും, നല്ലതുപോലെ കത്തിച്ച് കനലാക്കും. ആ കനലിൽ അദ്ദേഹം കിടന്ന് വിശ്രമിക്കും. ഈ പണി നിനക്ക് ചെയ്യാൻ പറ്റൂ? അപ്പോ കണിയാപുരം തങ്ങൾ ചെയ്യുന്ന പണിയെങ്കിൽ എല്ലാ പണിയും ചെയ്യണ്ടേ? അപ്പോ ഈ പറഞ്ഞു വന്നത് എന്താണ്? ബഹുമാനപ്പെട്ട സൂഫിയാക്കൾ മഹാന്മാർ അവരൊരു വിഷയം ചെയ്തു കഴിഞ്ഞാൽ അങ്ങോട്ട് സാധാരണക്കാർ എത്തിപ്പാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം ക്ലിയറായിരിക്കും. ഖിളർ അലൈഹിസ്സലാം കുട്ടിയെ കൊന്നത് ആ മഹാനെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്, പക്ഷേ അത് മറ്റുള്ള ആൾക്കാർക്ക് ശരിയാകുകയില്ല എന്ന് പറഞ്ഞതുപോലെ ചില മഹാന്മാർ ചില വിഷയങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അത് അവരെ സംബന്ധിച്ചിടത്തോളം ഓക്കെയാണ്, പക്ഷേ അവരെ ഇത്തിബാ ചെയ്യാൻ സാധാരണക്കാർക്ക് പാടില്ല. അങ്ങനെ ഇത്തിബാ ചെയ്തു കഴിഞ്ഞാൽ അവർ പിഴച്ചു പോകും, സാധാരണക്കാര് പിഴച്ചു പോകും.
അതുകൊണ്ടാണ് എപ്പോഴും അത് ആലിമീങ്ങളെ പിൻപറ്റി ജീവിക്കണം. കിതാബ് നോക്കി ഇൽമ പറയുന്നവരാണല്ലോ ഇന്നുള്ളവര്. ഇന്ന് ആലിമീങ്ങൾ എന്ന് പറയുന്നവർ സ്വന്തം പറയുന്നതല്ല, സ്വന്തം നിലക്ക് പറയുന്നവരല്ല. ഒരു ആലിമും ഇതേവരെ സ്വന്തം നിലക്കൊന്നും പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അടക്കം അവർ ഏത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രമാണം ഖുർആനിലുണ്ടാകും, ഹദീസിലുണ്ടാകും, ഇജ്മാഇലുണ്ടാകും. അങ്ങനെ പ്രമാണങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ ഇമാമുകൾ പറഞ്ഞിട്ടുള്ളത്. ആ ഇമാമുകൾ അതാക്കും. പ്രിയപ്പെട്ട സഹോദരന്മാരെ അല്ലാതെ ഒന്നും തന്നെ പറഞ്ഞു കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കിതാബ് നോക്കി ഇൽമു പഠിക്കുകയും കിതാബ് നോക്കി അതാ ഇൽമു പറയുകയും ചെയ്യുന്ന ആലിമീങ്ങളെ സാധാരണക്കാര് പിൻപറ്റി ജീവിക്കണം. അങ്ങനെ അവരെ പിൻപറ്റി ജീവിച്ചില്ലെങ്കിൽ സാധാരണക്കാര് പിഴച്ചു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദന്മാർ, ആ ഉസ്താദന്മാരൊരു വിഷയം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ അതാ സംശയിച്ച് നിൽക്കേണ്ടതില്ല. ഒരാളെ തള്ളാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ സംശയിച്ച് നിൽക്കേണ്ട കാര്യമില്ല. കാരണം സഹോദരന്മാരെ, നമ്മുടെ മുശാവറ ഒരു വിഷയം അങ്ങോട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതാ നമുക്കവിടെ സംശയിച്ച് നിൽക്കേണ്ട കാര്യമില്ല. സാധാരണക്കാർ ശരിയായ സുന്നികൾ ആലിമീങ്ങളെ പിൻപറ്റേണ്ടവരാണ്. ആലിമീങ്ങളെ പിൻപറ്റേണ്ടവരാണ് ശരിയായ സുന്നികൾ എന്ന് പറയുന്നത്. അവർക്കാണ് സുന്നികൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആലിമീങ്ങളെ പിൻപറ്റുന്ന സുന്നികൾ എപ്പോഴും ആലിമീങ്ങളെ പിറകിലാണ് അടിയുറച്ചു നിൽക്കേണ്ടത്. സഹോദരന്മാരെ, ഞാൻ ആലപ്പുഴ 3-4 ദിവസത്തിന് മുമ്പ് ഞാൻ എന്റെ യാത്രയിൽ തിരിച്ചു വരുമ്പോൾ ആലപ്പുഴ ഒരു പള്ളിയിൽ ഇറങ്ങി നിസ്കരിക്കുന്നതിന് വേണ്ടി. അപ്പോ അവിടെ അവിടുത്തെ ഇമാമ് എന്നോട് സംശയം ചോദിച്ചു. അതായത് മരിച്ചുപോയ അമ്പിയാക്കളുടെ റൂഹുകൾ അല്ലെങ്കിൽ ഔലിയാക്കളുടെ റൂഹുകൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ ശരീരത്ത് കയറോ എന്ന മൂപ്പരെ ചോദ്യം. അങ്ങനെ ചില ആൾക്കാരുണ്ട്, മരിച്ചുപോയ അമ്പിയാക്കൾ അല്ലെങ്കിൽ ഔലിയാക്കൾ, അവരുടെ റൂഹ് ജീവിച്ചിരിക്കുന്നവരുടെ ശരീരത്തിൽ കയറോ. ഞാനപ്പോ എന്താ പ്രശ്നം ചോദിച്ചപ്പോ പറഞ്ഞ അവിടെ ഒരാള് അയാളുടെ പുറത്ത് ആരൊക്കെയോ മഹാന്മാര് കടന്നു വരുന്നു എന്നാണ് അവരുടെ അവകാശവാദം. അങ്ങനെ വരുമ്പോ നല്ല നല്ല കാര്യങ്ങളാണ് അവർ പറയുന്നത്, സംസാരിക്കുന്നത്. അതേപോലെ തന്നെ ചിലപ്പോ ഈ പറയുന്ന ആൾക്ക് നിസ്കരിക്കുകയില്ല. അങ്ങനെയുണ്ട്. അങ്ങനെ നല്ലത് ചില കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില ശരീഅത്തിന്റെ വിഷയങ്ങൾ പ്രവർത്തിക്കുന്നുമില്ല. അപ്പോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇവരെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? കുറെ ആൾക്കാർ അവിടെ പോയിട്ട് വീഴുന്നു. കാരണം മരണപ്പെട്ടു പോയ മഹാന്മാരല്ലേ ശരീരത്ത് കൂടുന്നത്. അപ്പൊ മഹാന്മാരുമായി ബന്ധം സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാവങ്ങളായ സാധുക്കളായ ജനങ്ങൾ അവരുടെ വലയിൽ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു. അപ്പോ ഞാൻ ആ സഹോദരനോട്, ആ ഉസ്താദിനോട് പറഞ്ഞു, ഞാൻ കുറെ പരിശോധിച്ചു, കിതാബുകൾ കുറെ പരിശോധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പല ഉസ്താദന്മാരോട് ഞാൻ ചോദിച്ചിട്ടുമുണ്ട്. എന്ത്? മരണപ്പെട്ടുപോയ മഹാന്മാരുടെ റൂഹ് ജീവിച്ചിരിക്കുന്ന ആളെ ശരീരത്തിൽ കയറുമെന്ന്. പക്ഷേ ആർക്കും, ഒരു ഉസ്താദന്മാർക്കും കേറും എന്നതിന് തെളിവ് പറഞ്ഞു തരാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ കിതാബിൽ കണ്ടിട്ടുമില്ല. എന്നാൽ അവരുടെ വാദം, അതായത് വേറൊരു കൂട്ടരുടെ വാദം, അവര് പണ്ഡിതന്മാരല്ല, കിതാബ് പഠിച്ചവരല്ല, ഇൽമുള്ളവരല്ല. അവര് പറയുന്നത് മനുഷ്യ ശരീരത്തില് മരണപ്പെട്ടുപോയ അമ്പിയാക്കൾ, ഔലിയാക്കൾ കയറുമെന്നാണ്. ഞാൻ ഈ ഉസ്താദിനോട് പറഞ്ഞു, തെളിവില്ലാത്ത ഒരു കാര്യവും നമുക്ക് അംഗീകരിക്കേണ്ടതില്ല. തെളിവില്ലാത്ത ഒരു കാര്യവും നമുക്ക് അംഗീകരിക്കേണ്ടതില്ല.
നമ്മളാ സുന്നികളായ നമ്മൾ എന്ത് ചെയ്താലും 10 കിതാബിലെങ്കിലും തെളിവുണ്ടാകും. അങ്ങനെ തെളിവില്ലാത്ത ഒരു വിഷയം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മഹാന്മാരായ അമ്പിയാക്കൾ, മരണപ്പെട്ടു പോയ അമ്പിയാക്കൾ, അവർ ജസദിയായ രൂപത്തിൽ നൂറാനിയത്തിന്റെ ജസദ് അവർ രൂപപ്പെടുമെന്ന് ഞാൻ കിതാബിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ മഹാന്മാരിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ചില തോന്നലുകൾ ഉണ്ടാകും, അത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അവരുടെ റൂഹ് വന്നിട്ട് ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ ശരീരത്ത് കയറും എന്ന് ഞാൻ കണ്ടിട്ടില്ല. മാത്രമല്ല, സാധ്യതകൾ പഠിക്കുമ്പോൾ ഈ ശരീരം എന്ന് പറയുന്നത് താഴ്ന്ന ലോകമാണ്. മഹാന്മാരെന്നും താഴ്ന്ന ലോകം എന്ന് പറയുന്ന തക്ലീഫിന്റെ ലോകമാണ്. അതായത് മഹാന്മാർ എപ്പോഴും ഉന്നത ലോകത്തിലേക്കാണ് അവർ പോകാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചു കേൾക്കൂ. നമ്മുടെ റൂഹ് എന്ന് പറയുന്നത് ഉമ്മയുടെ പള്ളയിലേക്ക് 4-ാം മാസം മലക്ക് കൊണ്ടുവന്ന് കയറ്റുകയാണ്. ഈ റൂഹ് എവിടെ നിന്നാണ് വന്നത്? ഉന്നതമായ ലോകത്ത് നിന്നിട്ടാണ് റൂഹ് വരുന്നത്. ആ മലക്ക് കൊണ്ടുവന്നിട്ട് താഴ്ന്ന ലോകത്ത് ഉമ്മയുടെ പള്ളയിൽ കൊണ്ടുവന്നിട്ട് റൂഹിനെ കുട്ടിയുടെ ശരീരത്തിൽ നിക്ഷേപിക്കുന്നു. എന്നിട്ടതാ ആ മനുഷ്യൻ മരിക്കുന്നതോട് കൂടിയിട്ട് റൂഹതാ അവന്റെ ശരീരത്തിൽ നിന്നതാ വേർപെട്ടു പോകുന്നു. മഹാന്മാരാണെങ്കിൽ അവരുടെ റൂഹുകൾ ഉന്നത ലോകത്തെത്തിച്ചേരുന്നു. അപ്പോൾ മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ താഴ്ന്ന ലോകമാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ ശരീരത്തിന്റെ ഉള്ള് എന്ന് പറയുന്നത്, ശരീരത്തിന്റെ ഉള്ളിലുള്ളത് പുറത്തു വന്ന നജസാണ്. ഒരാൾ ഛർദ്ദിച്ചു, നജസാണ്. ഒരാൾ കാഷ്ടിച്ചു, നജസാണ്. പക്ഷേ ഈ നജസ് ശരീരത്തിന്റെ ഉള്ളിലുള്ള സമയത്ത് തന്നെ നജസായി നാം ശരീരത്ത് കണക്കാക്കുന്നില്ല. അങ്ങനെ കണക്കാക്കിയാൽ പിന്നെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാനും പറ്റൂല. അപ്പോൾ എന്തുമാകട്ടെ, ബ്ലഡ്, ശരീരത്തിന്റെ ഉള്ളിലുള്ള ബ്ലഡ് എന്ന് പറഞ്ഞാൽ അത് പുറത്തു വന്ന നജസാണ്. അപ്പോൾ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് താഴ്ന്ന ലോകമാണ്. ഈ താഴ്ന്ന ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ ശരീരത്തിലേക്ക് ഉന്നത ലോകത്ത് പുറപ്പെട്ടു പോയ ആത്മാക്കൾ തിരിച്ച് കടന്നു വരുമെന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായി തന്നെ അതിനെ അംഗീകരിക്കാൻ പറ്റുകയില്ല. പിന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഈ ഒരു വാദമായ ഒരാൾ വന്നാൽ മരണപ്പെട്ടുപോയ മഹാന്മാരുടെ റൂഹുകൾ ജീവിച്ചിരിക്കുന്ന ആളുടെ ശരീരത്ത് കടക്കും എന്നുള്ള ഒരു വാദവുമായിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ അവരെ ഗണ്ണിക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ അതിന് തെളിവ് കൊണ്ടുവരൂ എന്നാണ്. നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ. പരിശുദ്ധ ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ ഏതെങ്കിലും ഒരു കിതാബിൽ നിന്നെങ്കിലും ഒരു തെളിവ് നിങ്ങൾ പറയുന്നത് സ്വന്തം നിലക്ക് ഇൽഹാമിൽ കൂടി സംസാരിക്കുന്നവരല്ല അവൻ. ഇവനങ്ങനെയല്ല പറയുന്നത്. ഞാനതാ അത് കണ്ടു, ഇത് കേട്ടു എന്നതിൽ ഒരു തെളിവുമില്ല. തെളിവില്ലാത്തതിനെ അംഗീകരിക്കേണ്ടതും ഇല്ല. എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കിക്കൊള്ളോ, എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചുകൊള്ളോ, തെളിവില്ലാത്തതിനെ അംഗീകരിക്കേണ്ടതില്ല. ആലിമീങ്ങൾ പറയുന്നത് തെളിവുള്ളതേ അവര് പറയുള്ളൂ, കിതാബിൽ നോക്കിയിട്ടേ അവര് പറയുള്ളൂ. അതുകൊണ്ട് തന്നെ കിതാബ് നോക്കിയിട്ട്, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നോക്കി പഠിച്ചവര്, ഹദീസ് നോക്കി പഠിച്ചവര്, ഇമാമീങ്ങൾ എഴുതിയ കിതാബുകൾ നോക്കി പഠിച്ചവര് പറഞ്ഞാൽ അതിൽ പിഴയ്ക്കൂല, അതിൽ പിഴവ് വരൂല. ഇൽഹാം പിഴയ്ക്കുമെന്ന് മഹാന്മാര് തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇൽഹാം തന്നെ പിഴച്ചു പോകും. അതുകൊണ്ട് തന്നെ ശറഇന് വിരുദ്ധമായ ഒരു ഇൽഹാമും അംഗീകരിക്കുന്നില്ല, മഹാന്മാർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഇവിടെ പലരെയും ആത്മീയത കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, ആത്മീയത കൊണ്ട് വശീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പലരും രംഗത്ത് വരുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എല്ലാവരെയും നമ്മൾ സൂക്ഷിച്ച് ജീവിച്ചു കൊള്ളണം.
സൂക്ഷിച്ച് ജീവിച്ചില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സൂഫികളായ വന്ന ആൾക്കാർ അവരുടെ കൂടെ നിന്നിട്ട് ആലിമീങ്ങളെ കുറ്റം പറയല്ലേ, ആലിമീങ്ങളെ പരിഹസിക്കല്ലേ. എങ്കിൽ ചില ആൾക്കാർ, സഹോദരന്മാരെ, ഞാനൊരു കാര്യം പറയട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തസൗഫിന്റെ, അതായത് തസൗഫിന്റെ ജീവിതത്തിൽ പകർത്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് സങ്കല്പിക്കൂ. അങ്ങനെ സങ്കല്പിച്ചാൽ എന്നെക്കുറിച്ച് ഒരാൾ എതിർത്തു, എന്നെക്കുറിച്ച് അയാൾ മോശത്തരം പറഞ്ഞു, എന്നാൽ എന്റെ മനസ്സ് വേദനിക്കാൻ പാടില്ല. അതാണ് ശരിയായ ഒരു സൂഫിയുടെ ലക്ഷണമെന്ന് പറയുന്നത്. എന്റെ മനസ്സ് വേദനിക്കാൻ പാടില്ല. എന്നെക്കുറിച്ച് ആലും എങ്ങനെ പറഞ്ഞു, ഈ സാധാരണക്കാരൻ എങ്ങനെ പറഞ്ഞു, ആ സയ്യിദ് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൂഫിയുടെയും മനസ്സ് വേദനിക്കൂല. എന്നെക്കുറിച്ചൊരാൾ മോശമായ ഒരു തീരുമാനമെടുത്താൽ എനിക്ക് ആ വിഷയത്തിൽ ദുഃഖവും ഇല്ല, സന്തോഷവും ഇല്ല. എന്നെ ഒരാൾ പുകഴ്ത്തി പറഞ്ഞാൽ അതിന്റെ പേരിലും എനിക്ക് സന്തോഷമില്ല. അതാണ് അതിക്കീൽ പറഞ്ഞത്. അവനെക്കുറിച്ച് മദ്ഹ് ചെയ്യുന്നതും അവനെ ദമ്മ് ചെയ്യുന്നതും, അതായത് അവനെ പുകഴ്ത്തി പറയുന്നതും ഇകഴ്ത്തി പറയുന്നതും അവനിക്ക് കണക്കാണ്. രണ്ടും അവനിക്ക് കണക്കാണ്. അതാണ് യഥാർത്ഥ സൂഫിയുടെ ലക്ഷണം. യഥാർത്ഥ സൂഫിയുടെ ലക്ഷണം അതാണ് ഖൽബ് നന്നാക്കിയവന്റെ ലക്ഷണം. എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ, തസൗഫ് എന്ന് പറഞ്ഞാൽ തസൗഫിനെ കുറിച്ച് ശരിക്ക് പഠിക്കണം. എന്നിട്ടാണ് ഈ മാർഗത്തിലേക്ക് ഇറങ്ങേണ്ടത്. തസൗഫിനെ കുറിച്ച് പഠിക്കാതെ ഈ മാർഗത്തിൽ ഇറങ്ങിയവര് പിഴച്ചുപോയി. അതുകൊണ്ട് തസൗഫിനെ കുറിച്ച് ശരിക്ക് പഠിക്കണം, ആത്മീയതയെക്കുറിച്ച് ശരിക്ക് പഠിക്കണം. ശരിക്ക് പഠിക്കാതെ പോയി കഴിഞ്ഞാൽ, സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു തരുന്നത് തസൗഫ്, ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിനും തസൗഫ് അറിയില്ലെന്നാണ് ചിലർ പറയുന്നത്. എങ്കിൽ ഈ പാവപ്പെട്ട സാധുവിനെ പോലുള്ള ആൾക്കാർ, എന്നെപ്പോലുള്ള ആൾക്കാർ പറയുന്ന തസൗഫ് പൊന്മള ഉസ്താദിനെ പോലുള്ള ഉസ്താദന്മാര് പഠിപ്പിച്ചു തന്ന ആശയമാണ്, പഠിപ്പിച്ചു തന്ന തസൗഫാണ് നമ്മളെപ്പോലുള്ള സാധുക്കൾ പറയുന്നത്, എന്നെപ്പോലുള്ളവർ പറയുന്നത്. സഹോദരന്മാർ, അത്തരം നമ്മുടെ ഉസ്താദന്മാർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് അവർക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. എപ്പോഴും പണ്ഡിതന്മാരുടെ പിന്നിൽ നിലനിൽക്കണം. പണ്ഡിതന്മാരെ അവഗണിക്കുന്നവരെ നാമും അവഗണിക്കണം. പണ്ഡിതന്മാരെ അവഗണിക്കുന്നവരെ നാമും അവഗണിക്കണം. എപ്പോഴും പണ്ഡിതന്മാരുടെ പിന്നിൽ അടിയുറച്ചു നിൽക്കണം. അവര് പറയുന്നതനുസരിച്ച് ജീവിക്കണം. എങ്കിൽ സാധാരണക്കാര് പിഴയ്ക്കു പോവില്ല, സാധാരണക്കാര് വഴിതെറ്റിപ്പോവില്ല. ഇവിടെ ഇന്ന് പലരും, നിങ്ങൾ നോക്കൂ, കള്ളത്തൊരീക്കത്തിലേക്ക് കടന്നവര് പലരൂടെ വഴിതെറ്റിയത് എങ്ങനെയാണ്? കള്ളത്തൊരീക്കത്ത് കുറച്ച് ആൾക്കാർ, അത് ആലുവ തൊരീക്കത്തുന്ന പേരിൽ, അതാ ഒരു യൂസുഫ് സുൽത്താൻ, അയാളെ പിറകിലങ്ങ് പോയി. ചില മൊയ്ലാമാരെന്ന പേരിൽ പറയുന്ന ആൾക്കാരും അയാളെ കൂടെ പ്രവർത്തിക്കുന്നു. എന്നിട്ടതാ അവർ ഒന്നിച്ചിരുന്നിട്ട് ആലിമീങ്ങളെ പരിഹസിക്കുകയാണ്. ആലിമീങ്ങൾക്ക് കാര്യം തിരിയുകയില്ല, ആലിമീങ്ങൾക്കൊന്നും അറിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇൽമു പഠിപ്പിച്ചു തന്ന ആലിമീങ്ങളെ കുറ്റം പറയാൻ പാടുണ്ടോ? ആലിമീങ്ങളെ പരിഹസിക്കാൻ പാടുണ്ടോ? നിങ്ങൾക്കറിയില്ലേ, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ മഹത്വം എത്ര വലിയ മഹത്വമാണെന്നറിയുമോ? ബഹുമാനപ്പെട്ട മലക്കുകൾ പറഞ്ഞില്ലേ, ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കാൻ വേണ്ടി വന്നപ്പോൾ അതാ ഒരു എതിരഭിപ്രായം പറഞ്ഞില്ലേ? എങ്കിൽ ആദം നബി അലൈഹിസ്സലാമിനെ ആദരിക്കാൻ അള്ളാഹു തീരുമാനിക്കുകയാണ്. അങ്ങനെ അതാ ആദം നബി അലൈഹിസ്സലാമിന് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അറിവുകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, കുറെ വസ്തുക്കളുടെ പേരുകൾ. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു അങ്ങ് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആമാ അല്ലംതന, അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതല്ലാതെ ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ കൈമലർത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നിങ്ങൾ അവർക്ക് ആ വസ്തുക്കളുടെ പേരുകൾ പറഞ്ഞു കൊടുക്കൂ, പഠിപ്പിച്ചു കൊടുക്കൂ. അങ്ങനെ ആദം നബി അലൈഹിസ്സലാം ആ വസ്തുക്കളുടെ പേരുകൾ അങ്ങ് പഠിപ്പിച്ചു കൊടുത്തു മലക്കുകൾക്ക്. അപ്പോൾ മലക്കുകളുടെ ഉസ്താദായി മാറുകയാണ്. അപ്പോൾ ഉസ്താദിനെ ബഹുമാനിക്കണം.
എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇൽമ പഠിപ്പിക്കുമെന്ന ഉസ്താദ്, ഒരു മനുഷ്യനിക്ക് ആദരവ് കിട്ടുന്നത് ഇൽമ കൊണ്ടാണ് ആദരവ് കിട്ടുന്നത്. അപ്പോൾ ആ ഇൽമുള്ള ഉസ്താദിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. അതെങ്ങനത്തെ ബഹുമാനമാണ്? സുജൂദ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആദം നബി അലൈഹിസ്സലാമിനെ ബഹുമാനിക്കണമെന്ന് അല്ലാഹു നിർദ്ദേശിക്കുന്നു. അങ്ങനെയതാ മലക്കുകൾ സുജൂദ് ചെയ്തുകൊണ്ട് ആദം നബി അലൈഹിസ്സലാമിനെ ബഹുമാനിക്കുന്നു. പണത്തിന്റെ പേരിലല്ല ഈ ബഹുമാനം, അധികാരത്തിന്റെ പേരിലല്ല ഈ ബഹുമാനം, ഇൽമിന്റെ പേരിലാണ് ഈ ബഹുമാനം. അപ്പോൾ ഞാൻ പറഞ്ഞതെന്താണ്? ആലിമീങ്ങളെ ബഹുമാനിക്കണം, ആലിമീങ്ങളെ ബഹുമാനിക്കുക എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അതാണ് മലക്കുകളുടെ ആശയം, അതാണ് മഹാന്മാരുടെ ആശയം. ആലിമീങ്ങളെ ബഹുമാനിക്കണം എന്നതാണ്. എന്നാൽ ആലിമീങ്ങളെ ബഹുമാനിക്കാൻ പാടില്ല എന്നുള്ള ആശയം ഇവിടെ ലോകത്ത് പഠിപ്പിച്ചത് ഇബ്ലീസാണ്. ഇബ്ലീസാണ് പഠിപ്പിച്ചത്. ആലിമീങ്ങളെ ബഹുമാനിക്കാൻ പാടില്ല. ആ ആശയം പിൻപറ്റി ജീവിക്കുന്നവർ ഇന്നും ലോകത്തുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതിന്റെ ഹദീസിൽ കാണാം, സലാസത്തുൻ, 3 സ്ഥലങ്ങൾ അതായത് ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ, ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് നോക്കുമ്പോൾ അതാ ആകാശത്തിൽ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നു. അങ്ങനെ നമ്മൾ ഭൂമിയിലുള്ളവർ ആകാശലോകത്ത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത് കാണുന്നത് പോലെ ആകാശലോകത്ത് നിന്ന് 3 സ്ഥലങ്ങൾ മിന്നിത്തിളങ്ങുന്നതായിട്ട് മലക്കുകൾക്ക് കാണാൻ കഴിയും. അതേതാണ്? അതിലൊരു സ്ഥലം വഹിയൽ മസാജിദ്, ഒരു സ്ഥലം പള്ളികളാണ്. പള്ളികൾ മലക്കുകൾ നോക്കുമ്പോൾ, ആകാശലോകത്ത് നിന്ന് പള്ളികൾ നോക്കുമ്പോൾ ആ പള്ളികൾ അതാ നക്ഷത്രങ്ങളെ പോലെ തിളങ്ങുന്നതായി അവർക്ക് കാണാൻ കഴിയും. രണ്ടാമതോ ബൈത്തുൽ ആലിം, പണ്ഡിതന്റെ വീടാണേ. പണ്ഡിതന്റെ വീട്, ആലിമിന്റെ വീട്. ആകാശലോകത്ത് നിന്ന് അതാ മലക്കുകൾ നോക്കുമ്പോൾ ഭൂമിയിൽ പണ്ഡിതന്മാരുടെ വീടുകൾ നക്ഷത്രങ്ങൾ പോലെ തിളങ്ങുന്നത് കാണാൻ മലക്കുകൾക്ക് കഴിയും. അതാ മൂന്നാമതായി ബൈത്തു ഹാഫിളുൽ ഖുർആൻ, ഖുർആൻ കാണാതെ പഠിച്ച ആളുടെ വീട്. അപ്പോൾ സഹോദരന്മാരെ, അത്ര വലിയ മഹത്വമുള്ളവരാണ് ആലിമീങ്ങൾ. ആലിമീങ്ങളുടെ പിറകിൽ നാം അടിയുറച്ചു നിന്ന് ജീവിച്ചത് കിതാബിക്കേണ്ടത്. സഹോദരന്മാരെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു കുട്ടി അവന്റെ ജീവിതത്തിൽ SSLC എന്ന് പറയുന്ന ആ പരീക്ഷ എഴുതിയിട്ട് ഒരു പ്രാവശ്യം തോറ്റ വീണ്ടും എഴുതിയെടുക്കാം, രണ്ടാമത് തോറ്റ മൂന്നാമത് എഴുതിയെടുക്കാം, +2 അങ്ങനെ തന്നെ. അങ്ങനെ ദുനിയാവിലെ ഏത് പരീക്ഷയാകട്ടെ ഒരു പ്രാവശ്യം തോറ്റ പിന്നെ എഴുതിയെടുക്കാം. എന്നാൽ ആഖിറത്തിന്റെ പരീക്ഷയിലാണ് ഇപ്പൊ നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുന്നത്. ആഖിറത്തിന്റെ ഒരൊറ്റ വട്ടമേ ആ പരീക്ഷ എഴുതാൻ പറ്റൂ. അതപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ പരീക്ഷ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ? നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുന്നു. ശരിക്കിപ്പോ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പാസ്സായാൽ സഹോദരന്മാരെ പരലോകത്ത് വിജയിച്ചു പോയി. മലക്ക് വന്നിട്ട്, അതാ മലക്കൽ മൗത്ത് വന്നിട്ട് നമ്മുടെ റൂഹ് പിടിക്കുമ്പോൾ ആ മലക്കിനോട് മനുഷ്യൻ യാചിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഒരല്പസമയം തരുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ആയുസ്സിന് വേണ്ടി മനുഷ്യൻ യാചിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ആയുസ്സിന് വേണ്ടി മനുഷ്യൻ യാചിക്കുന്ന ദിവസം വരാനുണ്ട്. ഒരല്പസമയം തരുമെങ്കിൽ ഞാൻ പുണ്യകർമ്മങ്ങൾ ചെയ്യാം, നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് സമയത്തിന് വേണ്ടി മനുഷ്യൻ യാചിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അതിനു മുമ്പ് സഹോദരന്മാരെ, ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ അതിനു മുമ്പ് തന്നെ മരണത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊള്ളണം.
അതെങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത്? ഒന്ന്, ഇൽമു പഠിക്കണം. രണ്ടനുസരിച്ചുള്ള അമല് വേണം. ഇൽമു പഠിക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കണം. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു മനുഷ്യന്റെ ആത്മീയ പുരോഗതിക്ക് 4 തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. 4 തടസ്സങ്ങളാണ് ഒരു മനുഷ്യന്റെ ആത്മീയ പുരോഗതിയിൽ ഉണ്ടാകുന്നത്. അതിലൊരു തടസ്സം ദുനിയാവാണ്. ഒരു തടസ്സം ദുനിയാവാണ്, മറ്റൊരു തടസ്സം സൃഷ്ടികളാണ്, മറ്റൊരു തടസ്സം പിശാചാണ്, മറ്റൊരു തടസ്സം അവന്റെ ശരീരമാണ്. ഇങ്ങനെ 4 തടസ്സങ്ങൾ ഒരു മനുഷ്യന്റെ പുരോഗതിയിൽ, ആത്മീയ പുരോഗതിയിൽ ഉണ്ടായിത്തീരും. ഈ 4 തടസ്സങ്ങളും അവൻ പ്രതിരോധിച്ചുകൊണ്ടായിരിക്കണം അവൻ ഈ ലോകത്ത് ജീവിക്കേണ്ടത്. നിങ്ങൾ നോക്കൂ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യനിക്ക് വയറ് വിശക്കും, വെള്ളം ദാഹിക്കും, അവനിക്ക് ക്ഷീണമുണ്ടാകും, അവനിക്ക് ഉറക്കം വരും, അതേപോലെ തന്നെ മലമൂത്ര വിസർജനം ഉണ്ടാകും, അതേപോലെ ഭാര്യമാരുമായി ബന്ധപ്പെടേണ്ടതുണ്ട്, മക്കളെ പോറ്റി വളർത്തേണ്ടതുണ്ട്, ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കേണ്ടതുണ്ട്, മക്കൾക്ക് ചെലവ് കൊടുക്കേണ്ടതുണ്ട്, വീട് നിർമ്മിക്കേണ്ടതുണ്ട്, വസ്ത്രം കൊടുക്കേണ്ടതുണ്ട്. മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്ന സഹോദരന്മാരെ, ഇങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. എന്നാൽ മലക്കുകൾക്ക് അതാ അവർക്ക് വിശപ്പില്ല, അവർക്ക് ദാഹമില്ല, അവർക്ക് രോഗം വരികയില്ല. അപ്പോൾ അവർക്ക് പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളുമില്ല. പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളുമില്ലാതെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരാണ് മലക്കുകൾ. എന്നാൽ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളുമുണ്ട്. പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളുമുണ്ട് ഇബാദത്ത് ചെയ്യുന്നതിന്റെ വിഷയത്തിൽ. അതോടൊപ്പമാണ് പുറമെ 4 തടസ്സങ്ങൾ. 4 തടസ്സങ്ങളുണ്ട്. ദുനിയാവെന്ന് പറയുന്നത് മനുഷ്യനിക്ക് ദുനിയാവിൽ ജീവിച്ചുകൊണ്ട് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പറ്റൂ. ദുനിയാവിൽ ജീവിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ മനുഷ്യനിക്ക്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഒരു മനുഷ്യനിക്ക് മരണാനന്തരം അയാളുടെ കറാമത്തായിട്ട് നിസ്കരിക്കാനുള്ള ഒരു ഭാഗ്യം അല്ലാഹു കൊടുത്തു. ഖുർആൻ ഓതാനുള്ള ഒരു ഭാഗ്യം കൊടുത്താൽ തന്നെ മരണത്തിന് മുമ്പ് ഇബാദത്ത് ചെയ്ത പവർ മരണശേഷം ഇബാദത്ത് ചെയ്യുന്നതിനില്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. ഇബാദത്തിന്റെ പവർ നമ്മൾ മനസ്സിലാക്കണം. കാരണം തക്ലീഫ് എന്ന് പറയുന്നത് മരണത്തോടുകൂടി അങ്ങ് പോയി, മരണശേഷം തക്ലീഫില്ല. അപ്പോൾ പിന്നെ അവന്റെ ഇബാദത്ത് എന്ന് പറയുന്നത് രസത്തിന്റെയും ആനന്ദത്തിന്റെയും ഒരു ഭാഗമാണ്. മരണത്തിന് മുമ്പ് അതാ ഇബാദത്തിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന മഹാന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല കറാമത്തെന്നുള്ള നിലയ്ക്ക് അതാ മരണാനന്തരം നിസ്കരിക്കാനും ഖുർആൻ പാരായണം ചെയ്യാനുമുള്ള അവസരം അല്ലാഹു അവർക്ക് നൽകുന്നു. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന തക്ലീഫിന്റെ ലോകത്താണ്, മതനിയമങ്ങൾ ബാധകമാകുന്ന ലോകത്താണ്. ഈ ലോകത്ത് വെച്ചൊരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ ആ സുബ്ഹാനല്ലാഹയുടെ വില കണക്കാക്കാൻ കഴിയില്ല സഹോദരന്മാരെ, ഒരിക്കലും കണക്കാക്കാൻ കഴിയില്ല. ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ അതിന്റെ വില എത്രയാ, ഒരു അൽഹംദുലില്ലാഹ് ചൊല്ലിയാൽ അതിന്റെ വില എത്രയാ, ഒരു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയാൽ അതിന്റെ വില എത്രയാണ്. മനുഷ്യന്റെ ഇബാദത്തിന്റെ മൂല്യം കണക്കാക്കാൻ പറ്റുകയില്ല ഈ മരണത്തിന് മുമ്പുള്ള ലോകത്ത്. അതിന്റെ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അധികാരം കൊടുത്തു അല്ലാഹു തആല. മഹാനവറുകൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കൂടി സഞ്ചരിച്ചു പോകുമ്പോ അതാ ഒരാളിങ്ങനെ ഭൂമിയിൽ നിന്നിട്ട് സുബ്ഹാനല്ലാഹ് അത്ഭുതം കൂറുമ്പോ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം അതാ അയാളോട് വന്ന് പറയുകയാണ്, ഈ സുലൈമാൻ അല്ലാഹു തന്ന എല്ലാം നഷ്ടപ്പെട്ടു പോകും, പക്ഷേ നിങ്ങൾ ചൊല്ലിയായി സുബ്ഹാനല്ലാഹ് ഇല്ലേ, അതൊരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല. വലിയ വിലയുള്ളതാണ് ഒരു സുബ്ഹാനല്ലാഹയുടെ വില. ദുനിയാവും ദുനിയാവിലുള്ളതിനേക്കാളും ഖൈറാണ്. ഒരു അൽഹംദുലില്ലയുടെ വില ദുനിയാവും ദുനിയാവിലുള്ളതിനേക്കാൾ ഖൈറാണ്. ഒരിക്കലും നമ്മുടെ ഇബാദത്തുകൾക്ക് വില മതിക്കാൻ കഴിയില്ല സഹോദരന്മാരെ. അതുകൊണ്ട് നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ടാണ് ഇബാദത്ത് ചെയ്യേണ്ടത്. ഇബാദത്ത് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും, വിഷമങ്ങൾ ഉണ്ടാകും. ആ വിഷമങ്ങളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് അത് പഠിച്ച് മനസ്സിലാക്കിയതിനാണ് ഇൽമ് വേണമെന്ന് പറയുന്നത്. ഒരാൾ രാത്രിയിൽ സഞ്ചരിക്കണം, വഴിയറിയാത്ത ഒരു സ്ഥലത്ത് കൂടിയിട്ട് ഒരാൾക്ക് രാത്രി സഞ്ചരിക്കണമെങ്കിൽ അയാൾക്ക് കയ്യിൽ ഒരു വിളക്ക് കരുതേണ്ടതുണ്ട്.
അതേപോലെ തന്നെ വഴിയറിയാത്ത ഒരു റോഡിൽ കൂടിയിട്ട് രാത്രി സഞ്ചരിക്കുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, അങ്ങനത്തെ റോഡിൽ കൂടിയിട്ട് ഒരു വാഹനം ഓടിച്ചു കൊണ്ടുപോകുമ്പോൾ ഹെഡ്ലൈറ്റ് ആവശ്യമാണ് വാഹനത്തിന്. അതേപോലെ സഹോദരന്മാരെ, നമുക്ക് ആഖിറത്തിലേക്കുള്ള വഴി കാണിച്ചു തരുന്ന വിളക്കാണ് ഇൽമെന്ന് പറയുന്നത്. ആ ഇൽമ് പഠിക്കണം. ഒരാൾ തസൂഫിലേക്ക് കടക്കണമെങ്കിൽ ശരിയായ ഇൽമ് പഠിക്കണം. അതേപോലെ തന്നെ അവന്റെ കർമ്മം നന്നാക്കണമെങ്കിൽ ഫിഖ്ഹിന്റെ ഇൽമ് പഠിക്കണം. അവന്റെ വിശ്വാസം നന്നാക്കണമെങ്കിൽ അഖീദയുടെ ഇൽമ് പഠിക്കണം. സഹോദരന്മാർ, ഇതിനെല്ലാം അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി 4 തടസ്സങ്ങളാണ് മനുഷ്യന്റെ പുരോഗതിക്ക്, ആത്മീയ പുരോഗതിക്ക് തടസ്സങ്ങളായി പറഞ്ഞത്. അതിലൊന്ന് ദുനിയാവാണ്. ഒരു മനുഷ്യൻ ദുനിയാവിൽ ജീവിക്കുമ്പോ പല ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാവും, അവനിക്ക് പല ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാവും. പക്ഷേ ദുനിയാവിനെ ഒഴിവാക്കാനും പറ്റൂല. അപ്പോൾ ദുനിയാവിൽ ജീവിച്ചുകൊണ്ട് തന്നെ ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ടവൻ ജീവിക്കണം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ദുനിയാവിന് പ്രാധാന്യം കൊടുക്കാൻ പാടില്ല. ദുനിയാവിന് പ്രാധാന്യം കൊടുക്കാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, നമ്മളൊരു വീടെടുത്തു കഴിഞ്ഞാൽ ആ വീട്ടിൽ എന്തൊക്കെ ഉണ്ടാകും? ആ വീട്ടിൽ കിച്ചൺ ഉണ്ടാകും, ഹാളുണ്ടാകും, സിറ്റ് ഔട്ട് ഉണ്ടാകും, ബെഡ്റൂം ഉണ്ടാകും, പിന്നൊന്നും കൂടെ ഉണ്ടാകും. വളരെ പ്രധാനപ്പെട്ട ഒന്നുകൂടി ഉണ്ടാകും. അതെന്താണ്? ടോയ്ലറ്റാണ്. നിങ്ങൾ നോക്കൂ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കിച്ചന്റെയും ബെഡ്റൂമിന്റെയും ഹാളിന്റെയും ഒക്കെ വലിപ്പവും ഈ ടോയ്ലറ്റിന്റെ വലിപ്പവും നമ്മൾ താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ റൂം ടോയ്ലറ്റിനായിരിക്കും, അല്ലേ? ടോയ്ലറ്റിനായിരിക്കും ഏറ്റവും ചെറിയ റൂം. എന്താ നമ്മൾ അങ്ങനെ ആ ടോയ്ലറ്റിന് ചെറിയ റൂം കൊടുത്തത്? കാരണം അത്ര മതി. ആ ഒരു പക്ഷേ ടോയ്ലറ്റ് ഇല്ലാതെ ജീവിക്കാനും പറ്റൂല. ആ ഒരു പ്രാധാന്യം മാത്രമേ ഒരു സത്യവിശ്വാസി ദുനിയാവിന് കൊടുക്കാൻ പാടുള്ളൂ. ടോയ്ലറ്റ് ഇല്ലാതെ പറ്റൂല, ടോയ്ലറ്റ് ആവശ്യമാണ് എന്ന് പറഞ്ഞതുപോലെ ദുനിയാവിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ജീവിതം പറ്റൂല. അപ്പോൾ ദുനിയാവിൽ ജീവിക്കണം. പ്രതിബന്ധങ്ങൾ ഉണ്ടാകും. സഹോദരന്മാർ, ഒരു മനുഷ്യന്റെ ചെറുപ്പകാലം മുതൽക്ക് തന്നെ ബുദ്ധിമുട്ട് തുടങ്ങുന്നു. അവന്റെ ബുദ്ധിമുട്ട് അതാ മരണം വരെയും അവസാനിക്കുന്നില്ല. അതെങ്ങനെയാണ്? നിങ്ങൾ നോക്കൂ, കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ കളി. പല കളികളുമുണ്ട്. ആ കളികളാണ് കുട്ടികൾക്കിഷ്ടം. എന്നാൽ പല കുട്ടികളോടും സ്കൂളിലോട്ട് പോകാൻ പറഞ്ഞാൽ, മദ്രസയിലേക്ക് പോകാൻ പറഞ്ഞാൽ അവർക്ക് വല്ലാത്തൊരു വിഷമമായിരിക്കുമല്ലേ? വല്ലാത്തൊരു വിഷമമായിരിക്കും. വൈകുന്നേരം സ്കൂൾ വിട്ടു എന്നറിയുമ്പോ എന്തൊരു സന്തോഷമാണ് കുട്ടികൾക്ക്. അപ്പോൾ ആ കുട്ടികൾ പഠിക്കുന്നത് തന്നെ ഭൗതിക പഠനമാകട്ടെ മതപഠനമാകട്ടെ ഒരു നിർബന്ധ സാഹചര്യത്തിലാണ് കുട്ടികൾ പഠിക്കുന്നത്. ഞാൻ പറഞ്ഞ നിങ്ങൾ കേൾക്കുന്നില്ലേ? സ്ക്രീൻ അനങ്ങുന്നില്ല. ഞാൻ പറയണൊക്കെ നിങ്ങൾ കേൾക്കുന്നില്ലേ? ആരുമില്ലേ? ഒരു ജാഫർ മാത്രമാണുള്ളത്. അപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ ആ കുട്ടി അതാ 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു. അങ്ങനെ അവന്റെ വിദ്യാഭ്യാസമൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം പിന്നെ ആ കുട്ടി നോക്കുന്നൊരു ജോലിയാണ്. അങ്ങനെ അവനൊരു ജോലിയിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അവിടെയും അവനിക്ക് പ്രതിബന്ധങ്ങളാണ്, പ്രതിസന്ധികളാണ്. അങ്ങനെ ജോലി അങ്ങോട്ട് കുറെ നാൾ ചെയ്യുമ്പോ അവന്റെ മനക്കൊരു വിവാഹം കഴിക്കണം. വിവാഹം കഴിക്കുമ്പോൾ അവൻ ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങളാണ്. ഇനി അവനിക്ക് സഹോദരി ഉണ്ടെങ്കിൽ പ്രയാസമാണ്, പ്രശ്നമാണ്. സഹോദരിയെ കെട്ടിച്ചയക്കണം. അങ്ങനെ സഹോദരന്മാരെ, അവൻ വിവാഹിതനായി കഴിഞ്ഞാൽ പിന്നെ അവനിക്ക് മക്കളുണ്ടാകും. അങ്ങനെ മക്കളുണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും അതാ അവന്റെ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും കൂടുകയാണ്. അങ്ങനെ എല്ലാം ഒഴിവായി എല്ലാം അവസാനം ഇബാദത്ത് ചെയ്യാമെന്നാണ് ചില ആൾക്കാരുടെ ധാരണ. എന്റെ ഞാൻ അതാ ജോലിയിൽ നിന്ന് ഫിനിഷായിട്ട് അല്ലെങ്കിൽ ഞാൻ ജോലിയിൽ നിന്ന് റിട്ടയർഡായിട്ട് ഇബാദത്ത് ചെയ്യാമെന്നാണ് ചില ആൾക്കാർ ധരിക്കുന്നത്. മനുഷ്യന്റെ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും മരണം വരെയും അവസാനിക്കുന്നില്ല.
ആ പ്രതിബന്ധങ്ങളും ആ പ്രതിബന്ധസന്ധികളും സഹിച്ചുകൊണ്ട് മനുഷ്യൻ ഈ ദുനിയാവിൽ ഇബാദത്ത് ചെയ്ത് ജീവിക്കണം. അപ്പോൾ ദുനിയാവെന്ന് പറയുന്ന ഒരു തടസ്സം തന്നെയാണ്. ആ തടസ്സത്തെ മനുഷ്യൻ ബുദ്ധിപരമായ നിലയിൽ പ്രതിരോധിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്ത് മുന്നേറണം. പിന്നെ ഖൽഖ്, സൃഷ്ടികളാണ് വേറൊരു തടസ്സം. നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ സൃഷ്ടികളോടൊപ്പമേ ജീവിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ ഭാര്യ, അതേപോലെ നമ്മുടെ മക്കൾ, കൂട്ടുകാര്, നമ്മുടെ ബന്ധുക്കൾ. അപ്പോൾ ഇങ്ങനെ ജനങ്ങളിൽ നിന്ന് അവന്റെ ഇബാദത്തിന് മുടക്കുന്ന ചില വിഷയങ്ങൾ ഉണ്ടാകാം. സൃഷ്ടികളിൽ നിന്ന് തന്നെ, അതായത് പല ആൾക്കാരും കള്ളു കുടിക്കുന്നത് കൂട്ടുകാരോടൊപ്പം കൂടുമ്പോഴാണ്. അപ്പോൾ കൂട്ടുകാര്, മനുഷ്യന്റെ സാഹചര്യം മനുഷ്യനെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ സൃഷ്ടികളിൽ നിന്നിട്ട് അവൻ വേറിട്ട് നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടി അവൻ ജീവിക്കണം. പിന്നെയൊന്ന് പിശാചാണ്, പിന്നെയൊന്ന് നഫ്സാണ്. നഫ്സ് എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിന്റെ ഇടതുഭാഗത്ത് കേന്ദ്രീകരിച്ചിരിക്കുകയാണ് പിശാച്. ആ സമയത്ത് ഹൃദയത്തിന്റെ പലഭാഗത്ത് നിന്നിട്ട് മലക്കുകൾ നല്ല നല്ല മെസ്സേജുകൾ നമുക്ക് നൽകുന്നു, ഖൈറായ കാര്യങ്ങൾ ചെയ്യാനുള്ള മെസ്സേജുകൾ നൽകുന്നു. എന്നാൽ പിശാച് അത് ചെയ്യണ്ട എന്നാണ് പിശാചിന്റെ ഭാഗത്തു നിന്നുള്ള ഉപദേശം. അവൻ എങ്ങനെയാണ് മെസ്സേജ് ചെയ്യുന്നത്? അതേപോലെ തന്നെ തിന്മയിലേക്ക് നീ പോകണം എന്നാണ് പിശാചിന് ഉപദേശിക്കാനുള്ളത്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ നഫ്സിനെ തസ്കിയത്ത് ചെയ്തില്ലെങ്കിൽ പിശാചിനോടൊപ്പം നഫ്സങ്ങ് ചേരും. നഫ്സങ്ങ് ചേർന്ന് കഴിഞ്ഞാൽ മലക്കിന്റെ ഭാഗം ബലഹീനമാകും. പിന്നെ ഇവിടെ ഭാരം തൂങ്ങുന്നത് ഇബ്ലീസിന്റെ ഭാഗമായിരിക്കും. അങ്ങനെ മനുഷ്യൻ പിഴയ്ക്കാൻ അത് കാരണമാകും, പാവങ്ങൾ ചെയ്യാൻ കാരണമാകും. അപ്പോൾ പിശാചിന്റെ വഞ്ചനകളും ചതികളും നമ്മൾ പഠിക്കണം. നഫ്സിന്റെ വഞ്ചനകളും ചതികളും നമ്മൾ പഠിക്കണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പിശാചിന്റെ വഞ്ചനകൾ വലിയ വലിയ വഞ്ചനകളാണ്. അതേപോലെ തന്നെ നഫ്സിന്റെ വഞ്ചനകൾ, ദുനിയാവിൽ നിന്ന് വഞ്ചനയുണ്ടാകാം, സൃഷ്ടികളിൽ നിന്നുണ്ടാകാം, പിശാചിൽ നിന്നുണ്ടാകാം, നഫ്സിൽ നിന്നുണ്ടാകാം. അപ്പൊ ഈ 4 തടസ്സങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ വിശദമായി തന്നെ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ് ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് എടുക്കാം. അല്ലാഹു ഒരു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പിശാചിന്റെ വഞ്ചനകൾ, പിശാചിന്റെ ചതികൾ, ആ വഞ്ചനകളും ചതികളും നമ്മൾ പഠിച്ചു മനസ്സിലാക്കുക. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് തൽക്കാലം ഞാൻ നിർത്തുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹം റഹീമായ അല്ലാഹുവേ, കരുണക്കടലായ റബ്ബേ, കരുണയുള്ള അല്ലാഹുവേ, ഞങ്ങൾ ഇത്രയും സമയം പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹുവേ. അല്ലാഹുവേ, ദീനിന്റെ ഉലമാക്കളെ അനുസരിച്ച് ജീവിക്കുവാനും അല്ലാഹുവേ ശരിയായ സുന്നത്ത് ജമാഅത്തിന്റെ മാർഗത്തിൽ ജീവിക്കുവാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ റബ്ബേ. ഹഖ് ഹഖായി മനസ്സിലാക്കി ഹഖ് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ. അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ വർസുഖ്നാ ഇത്തിബാഅഹ് വഅരിനൽ ബാതില ബാതിലൻ വർസുഖ്നാ ഇജ്തിനാബഹ് യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, എല്ലാ ബാത്തിലിനെയും കൈയൊഴിഞ്ഞുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ റബ്ബേ. റഹ്മാനായ റബ്ബേ, പരിശുദ്ധമായ ദീനിന്റെ ഉലൂമുകൾ പഠിപ്പിക്കുന്ന ഈ മഹത്തായ നമ്മുടെ ഈ റൂമിനെ നീ വിജയിപ്പിക്കണേ റബ്ബേ. നീ വിജയിപ്പിക്കണേ റഹ്മാനെ, നീ വിജയിപ്പിക്കണേ റബ്ബേ. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവേ ഞങ്ങളോടൊപ്പം സഹകരിച്ച് എസ്ടിവിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എത്രയോ പ്രവർത്തകന്മാരുണ്ട്, ഉസ്താദന്മാരുണ്ട്. എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും ചെയ്യണേ അല്ലാഹുവേ. അല്ലാഹുവേ, എസ്ടിവിയുമായി സഹകരിക്കുന്ന എല്ലാവർക്കും അല്ലാഹുവേ നീ ഖൈറും ബറക്കത്തും ചെയ്യണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, മനുഷ്യൻ നന്നാവാൻ വേണ്ടിയിട്ട് അല്ലാഹുവേ, മനുഷ്യന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ക്ലാസ് റൂമാണ് നമ്മുടെ ഈ ക്ലാസ് റൂം. റഹ്മാനായ റബ്ബേ, കരുണയുള്ള റബ്ബേ, അല്ലാഹുവേ ഈ റൂമിനെ നീ വിജയിപ്പിക്കുകയും പുരോഗതിയിലെത്തിക്കുകയും ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട ഔസുൽ അലം റളിയല്ലാഹു അൻഹുവിന്റെ മഹത്തായ മദദ് ഞങ്ങളുടെ ക്ലാസ് റൂമിൽ തരണേ റബ്ബേ, ഞങ്ങളുടെ ക്ലാസ് റൂമിൽ തരണേ റബ്ബേ. ബഹുമാനപ്പെട്ട ഔസുൽ അലം റളിയല്ലാഹു അൻഹുവിന്റെ മദദ്
അല്ലാഹുവേ അത് പ്രചരിപ്പിക്കുന്ന ജോലിയിലാണ് ഇപ്പോൾ ഞങ്ങൾ ഏർപ്പെട്ടിട്ടുള്ളത്. അല്ലാഹുവേ അതിന് കാരണമായത് ഞങ്ങളുടെ ഈ STV ആണ് റബ്ബേ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ റൂമിന് ബഹുമാനപ്പെട്ട ഔഫുൽ അഅ്ലം റളിയല്ലാഹു അൻഹുവിന്റെ മദദ് നീ എത്തിച്ചു തരണേ റബ്ബേ. ആത്മീയ സഹായം നീ എത്തിച്ചു തരണേ റബ്ബേ. ഞങ്ങളുടെ റൂമിനെ നീ ഉയർത്തണേ റഹ്മാനെ. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ റൂമിനെ തകർക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങളുടെ റൂമിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന എല്ലാ ആൾക്കാരുടെ ഷറുകളിൽ നിന്ന് ഞങ്ങൾക്ക് കാവലിനെ തന്ന് റബ്ബേ ഞങ്ങളുടെ റൂമിനെ നീ ഉയർത്തി തരണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, കരുണയുള്ള റബ്ബേ, കാരുണ്യമുള്ള അല്ലാഹുവേ, ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഖൈറും ബറക്കത്തും സന്തോഷവും തരണേ റബ്ബേ. ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, വിഷമങ്ങൾ അല്ലാഹുവേ നീ മാറ്റിത്തരണേ റബ്ബേ. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ സമ്പത്തിൽ ബറക്കത്ത് തരണേ റബ്ബേ. ജോലിയിൽ ബറക്കത്ത് തരണേ റബ്ബേ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹുവേ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين آمين. السلام عليكم ورحمة الله وبركاته.